കൊല്ലം പത്തനാപുരത്ത് പോലീസ് വാഹനം ഇടിച്ച് തകർത്ത ശേഷം ഗുണ്ട നേതാവ് രക്ഷപ്പെട്ട സംഭവത്തിൽ അയാളിപ്പോൾ പിടിയിലായിട്ടുണ്ട്. സജീവൻ പിടിയിലായിട്ടുണ്ട്. തെങ്കാശിയിൽ നിന്നാണ് സജീവിനെ പത്തനാപുരം പോലീസ് പിടികൂടിയത്. പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് പിടികൂടിയത്. ഷമീർ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷമീറെ, ഗുഡ് മോർണിംഗ്. അതായത് ഒരു ക്ഷേത്രത്തിലേക്ക് കുറേ നായകളുമായിട്ട് വരുന്നു, അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, വാഹനങ്ങൾ ഇടിച്ച് തെറിപ്പിക്കുന്നു. അതിന് പിന്നാലെ അത് ചോദ്യം ചെയ്യാനെത്തുന്ന പോലീസിന്റെ വാഹനവും ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് പിടികൂടിയത്? വിവരങ്ങൾ എങ്ങനെയാണ് ഷമീർ? ലക്ഷ്മി, ഇയാൾ ഈ സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഉപേക്ഷിച്ച ശേഷമാണ് തമിഴ്നാട്ടിലേക്ക് കടന്നത്. മുടിയും മീശയും താടിയും ഒക്കെ വെട്ടിയ ശേഷം അവിടെ ഒളിവിൽ കഴിയാമെന്നാണ് ഇയാൾ കരുതിയത്. പക്ഷേ പോലീസ് ഇയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അങ്ങനെ തെങ്കാശിയിൽ ഇയാൾ ഉള്ള സ്ഥലത്തേക്ക് പോലീസ് എത്തുകയായിരുന്നു. അവിടെ എത്തി ഇയാളെ പിടികൂടി. പക്ഷെ അവിടെ നിന്നും ഇയാൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ സാഹസികമായി പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. പത്തനാപുരം CA ബിജു, SI ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ 3 പോലീസുകാർക്കാണ് ഇയാളുടെ അക്രമത്തിൽ പരിക്കേറ്റത്. അവർ ചികിത്സയിൽ തുടരുകയാണ്. നമുക്കറിയാം, ഓഫ് റോഡ് വാഹനം ഉപയോഗിച്ച് പോലീസിന്റെ വാഹനം ഇടിച്ച് തെറിപ്പിക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇതിനുശേഷമാണ് അയാൾ അതേ വാഹനത്തിൽ തമിഴ്നാട്ടിലേക്ക് കടക്കുകയും പിന്നീട് വേഷം മാറുകയും മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്ത് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തത്. എന്തായാലും ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇടം കേന്ദ്രീകരിച്ച് ഇയാളുടെ ചില സുഹൃത്തുക്കൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് പോലീസ് എത്തുകയും ഇയാളെ കീഴ്പ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും ഇയാളെ പത്തനാപുരം സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 11 മണിയോടുകൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ഓക്കെ ഷമീറെ, ശരി. ഓക്കെ. ഈ വല്ലാത്തൊരു സംഭവം ഇപ്പോൾ അല്ലേ പ്രേക്ഷകർ? നിങ്ങൾ ആ വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ്. അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഇയാൾ വാഹനം ഓടിച്ച് വരുന്നു, ആ പോലീസ് വാഹനം ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ടോ? ഇത് ഇങ്ങനെ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷമാണ്, പോലീസ് വാഹനത്തിൽ ഇടിച്ചതിന് ശേഷമാണ് ഇയാൾ കടന്നു കളയുന്നത്. അയാളെയാണ് ഇപ്പോൾ തെങ്കാശിയിൽ നിന്ന് പോലീസ് പിടികൂടി. ഇതിനൊരു പശ്ചാത്തലം, ഇയാൾ ഈ ക്ഷേത്രോത്സവമാണ്, അവിടേക്ക് ആദ്യം കുറേ വളർത്തുനായ്ക്കളുമായിട്ട് വരുന്നു. അതിനെ കണ്ട് അവിടെ ഒരു ഭീകരാന്തരീക്ഷമൊക്കെ ഇയാൾ സൃഷ്ടിക്കുന്നു. പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ അവിടെ നടക്കുന്നതും. ഒടുവിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഗുണ്ട സജീവിനെ.